ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായി സംസാരിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കോളേജ് ടീച്ചേഴ്സിന്. എവിടെയോ പോകാനായിട്ട് 2 ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ വന്നു നിന്നു. 2 ബസ്സിൽ കയറാനുള്ള ആളുകളുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ രക്ഷാദാസ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് അന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ ബോർഡ്സൊന്നും എനിക്കറിയില്ല. അന്ന് ഈ രക്ഷാദാസ് സാറിൻ്റെ ബസ്സിൽ കയറാനാണ് എല്ലാവർക്കും താല്പര്യം. ഇപ്പോൾ ഒരു ബസ്സിൽ എഴുന്നേറ്റ് നിന്നൊക്കെ ആളുകൾ യാത്ര ചെയ്യാണ്. കാരണം സാർ ആ ബസ്സിലുള്ളത് കൊണ്ട്. മറ്റേ ബസ്സിൽ ആൾ വളരെ കുറവ്. സാറിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള കാരണം അതായിരുന്നു. അദ്ദേഹം നല്ല രസമായിട്ട് സംസാരിക്കും. എത്ര നേരം കേട്ടിരുന്നാലും നമുക്ക് മതിയാവില്ല. ആശയവിനിമയത്തെ പറ്റിയുള്ള വീഡിയോസിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എങ്ങനെ ആകർഷകമായി സംസാരിക്കാം, എന്ത് പറയണം, എന്ത് പറയരുത്, അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആശയവിനിമയത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യം ചർച്ച ചെയ്യാതെ പോകുന്നു: ലിസണിങ്. ആശയവിനിമയത്തിലെ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സ്പീക്കിംഗ്, മറ്റേത് ലിസണിങ്. പ്രകൃതി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: സംസാരിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിസണിങ്. നമുക്കെല്ലാവർക്കും 2 ചെവിയും ഒരു നാക്കുമാണുള്ളതല്ലേ. അതിൻ്റെ അർത്ഥം തന്നെ നീ സംസാരിക്കുന്നതിൻ്റെ ഇരട്ടിയെങ്കിൽ ശ്രദ്ധിക്കാൻ തയ്യാറാവണം. ഈ ചെവിയുടെ പൊസിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെവി എപ്പോഴും തുറന്ന് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നാക്കങ്ങനെയല്ല. അത് 32 പല്ലൂട്ട് അടച്ച് ബന്ധോസിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. വളരെ കരുതലോടുകൂടി നീ അതിന് ഉപയോഗിക്കണം എന്ന ഒരു സ്ട്രോങ് മെസ്സേജാണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്. ചിലർ നന്നായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കും ആഗ്രഹം തോന്നും അങ്ങനെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് സംസാരിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ആശയവിനിമയത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയാണ് ലിസണിങ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ സന്ദേശം കൊടുക്കുന്ന ആളുണ്ട്, സന്ദേശം റിസീവ് ചെയ്യുന്ന ആളുണ്ട്, സന്ദേശം സ്വീകരിക്കുന്ന ആളെയാണ് നമ്മൾ ലിസണർ എന്ന് പറയുന്നത്. ഈ ലിസണറുടെ റോള് വളരെ ആക്റ്റീവ് റോളാണ്. സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളത് സംസാരിക്കുന്ന ആളിൻ്റെ റോള് വളരെ ആക്റ്റീവാണ്, അയാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ വളരെ ആക്റ്റീവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ലിസണിങ് അതിനേക്കാൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ലിസൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയണം, ആക്റ്റീവായി നമ്മൾ ലിസൺ ചെയ്താൽ അത് ചിലപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എബ്രഹാം ലിങ്കൺ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ഇങ്ങനെ സംസാരിച്ച് വിഡ്ഢിത്തങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണല്ലേ ലിസൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി താമസിക്കേണ്ട, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, എന്നെ ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരുപാട് പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും. അയാൾക്ക് എന്നോട് കരുതലുണ്ട്, എൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു പോസിറ്റീവ് ഫീലിങ്സ് തരുന്ന ആളെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. അയാളുമായിട്ടുള്ള കണക്ഷൻ കുറേയും കൂടി ശക്തമാകും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വലിയൊരു പ്രശ്നം നമുക്കറിയാം, തിരക്കുകൊണ്ട് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. എനിക്കൊരു ചാനൽ ഉള്ളതുകൊണ്ട് പലരും ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ശരിക്കുള്ള പ്രശ്നം എന്താണെന്നോ, അവർക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത് ഓപ്പൺ മൈൻഡോടുകൂടി കേൾക്കാൻ ആരുമില്ല. അപ്പം നമ്മൾ ഈ ലിസൺ ചെയ്യുന്നത് ശരിക്കും ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കുന്നൊരു പ്രവൃത്തിയും കൂടിയാണ് കേട്ടോ. അതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, ഈ നമുക്കറിയാവുന്നതാണല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയും, നമ്മുടെ അറിവ് വർദ്ധിച്ചെന്ന് വരാം. നമുക്ക് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അറിയാതെ പോകും കേട്ടോ. മറ്റുള്ളവർ പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ മിസ് ചെയ്തു പോകും. എന്നിട്ട് പിന്നെ പരാതിയാകും, ആരും എന്നെ ഒന്നും അറിയിച്ചില്ല. മൂന്നാമത്തെ കാര്യം, നന്നായിട്ട് ശ്രദ്ധിക്കുന്നവർ നന്നായിട്ട് നിരീക്ഷിക്കുന്നവരായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ടാവും. മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ എന്തെല്ലാം ചതിക്കുഴികളിലാണ് ആളുകൾ ചെന്നുപെടുന്നത്. മറ്റുള്ളവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവർ അവരെക്കുറിച്ച് ചിന്തിക്കും. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവരെന്താണ് പറഞ്ഞത്, ശരിക്കും അവരെന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനെ പല ചോദ്യങ്ങൾക്കും അവർ മനസ്സിൽ ഉത്തരം തേടിക്കൊണ്ടിരിക്കും. നാലാമത്തെ കാര്യം, കുറച്ച് സംസാരിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവർക്ക് ലോൺലിനെസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഒറ്റപ്പെടൽ ഇന്നത്തെ കാലഘട്ടത്തിലൊരു പ്രശ്നമാണല്ലോ. നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ആൾ വേണം, എന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ആളില്ലാതെ വരുമ്പോൾ നമുക്ക് ആ ഉപേക്ഷിക്കപ്പെടുന്ന ഫീലിംഗ് കൂടുതലുണ്ടാവും.
അപ്പോൾ സംസാരിക്കാൻ അമിത താല്പര്യമൊന്നും ഇല്ലാത്തവർക്ക് ഈ ലോൺലിനെസ് അത്രയ്ക്കധികം ഒന്നും ഫീൽ ചെയ്യില്ല. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ. അപ്പോൾ ചുറ്റുപാടും ആളില്ലാതെ വരുമ്പോൾ കൂടുതൽ സംസാരിക്കുന്ന ആളുകൾക്ക് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അവർക്ക് ലോൺലിനെസ് കൂടുതൽ പ്രശ്നമുള്ളതായിട്ട് മാറും. 5-ാമത്തെ കാര്യം, ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാലേ അവിടെ പല അബദ്ധങ്ങളും നമ്മൾ പറഞ്ഞു പോയെന്ന് വരാം. നമ്മൾ ശരിക്കും ഔചിത്യപൂർവ്വം സംസാരിക്കണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അവർ പറയുന്നതിൽ കാര്യമുണ്ടോ, അവർ പറയുന്നതിൽ വല്ല പ്രസക്തിയുണ്ടോ, ഞാനിവിടെ മറുപടി പറയേണ്ടതുണ്ടോ, മറുപടി പറയുകയാണെങ്കിൽ അപ്പുറത്താരാണ്, അവർക്ക് ഈ മറുപടി കേൾക്കുമ്പോൾ എന്താണ് തോന്നുക. ഇങ്ങനെയൊക്കെ തോട്ട് പ്രോസസ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആശയവിനിമയം ഫലപ്രദവും ആകർഷകവുമായി മാറുന്നത്. ഈ സംസാരിക്കാൻ ഒരുപാട് താല്പര്യമുള്ളവരെ ഇതൊന്നും ചിന്തിക്കില്ല. അവരുടെ മനസ്സിൽ മുഴുവൻ ഇനി അടുത്തത് എന്താണ് പറയേണ്ടത്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ആശയവിനിമയം കൂടുതൽ ഫലപ്രദവും ആകർഷകവുമായി മാറണമെങ്കിൽ നന്നായി ശ്രദ്ധിക്കാൻ തയ്യാറാവണം. 6-ാമത്തെ കാര്യം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ കൂടുതൽ സംസാരിക്കുന്നവർ പറയുന്നതിന് പലപ്പോഴും വാല്യൂ കിട്ടാതെ വരും. ഈ കുട്ടികളൊക്കെ പാരൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ചില കമൻറ്റ്സ് കേട്ടിട്ടുണ്ടോ? അമ്മ ഏത് നേരവും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പറയുന്നതിനൊരു വാല്യൂ കൊടുക്കാത്തൊരവസ്ഥ. അതേസമയം കുറച്ച് സംസാരിക്കുന്ന ആൾ എന്ത് പറയുന്നു എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എന്തായാലും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അതിനകത്ത് കടന്നു വരും. അതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടത് ഏതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാതെയാവും. നമ്മൾ പറയുന്നതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചിന്തിച്ചെടുക്കാനുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതിൽ ഏതെടുക്കണം ഏത് വേണ്ടാന്ന് വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാകാനിടയുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരമാണ്. നമ്മളെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയൊക്കെ വിളിപ്പിക്കും. അപ്പോൾ ഈ സംസാരിച്ച് വരുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടില്ല. ശരിക്കും എന്തിനാണ് നമ്മളെ വിളിപ്പിച്ചത്, നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആവും. 7-ാമത്തെ കാര്യം, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിന് ഒരു ഫ്ലോ ഉണ്ടാകണമെങ്കിൽ അവിടെ നല്ല ലിസണേഴ്സ് ഉണ്ടാവണം. ഞാൻ കുറച്ച് വളരെ അടുത്ത ആളുകളുടെ കൂടെ ഒരിക്കൽ ഒരു ടൂറിന് പോയി. അപ്പോൾ അവിടെ കണ്ട ഒരു രസം എന്താണെന്നോ, എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ലിസണേഴ്സ് കാര്യമായിട്ട് ആരുമില്ല. എല്ലാവരും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. അങ്ങനെ ശ്വാസം വിടാതെ സംസാരിച്ച് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സ്റ്റക്കായി, സംസാരമെല്ലാം തീർന്നു. അപ്പം നല്ല ലിസണേഴ്സ് ഉണ്ടെങ്കിലേ അവർ നിർത്തുന്നിടത്ത് തുടങ്ങും. അതുമാത്രമല്ല, അവരിത് കേട്ടതിൽ നിന്നും അവർക്ക് സംസാരിക്കാൻ ധാരാളം വിഷയങ്ങളും കിട്ടും. പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മളങ്ങനെ ചെയ്യാറില്ലേ? നമുക്ക് മുമ്പേ സംസാരിച്ചവരുടെ പ്രസംഗം ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പറയാനുള്ള പല പോയിൻറ്റ്സും അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ ലിസണേഴ്സ് സംസാരത്തിലൊരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കും. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതിനനുബന്ധമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരുപാട് വർത്തമാനം പറയുന്നവർക്ക് ഇരട്ടപ്പേരുകളൊക്കെ വരാറുണ്ട്. ചിലരെ നമ്മൾ റേഡിയോ എന്ന് വിളിക്കും, ചിലരെ കത്തി എന്ന് പറയും. അതായത് ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോഴൊക്കെ ഇവരെ ഒഴിവാക്കി കളയും ആളുകൾ. ഞാനൊരിക്കൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വേറൊരാളുടെ അടുത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി പറയണേ, അയ്യോ ഞാനില്ല അയാളെ വിളിക്കാൻ. പിന്നെ ഒരു 2 മണിക്കൂർ പോക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബ്രാൻഡ് വീണാൽ ബുദ്ധിമുട്ടാണല്ലേ. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. നന്നായിട്ട് ലിസൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരാൾ ഒരുപാട് സംസാരിച്ചുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.